താങ്കളെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഒരു നേതൃയോഗം ഡൽഹിയിൽ വിളിച്ചിരുന്നു. പക്ഷെ താങ്കൾ പങ്കെടുത്തില്ല. നേരെ ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് വരികയാണ് ചെയ്തത്. എങ്ങനത്തെ സമയമില്ലാത്തതുകൊണ്ട് അതൃപ്തി അതിനകത്തുണ്ടോ? ഒരതൃപ്തിയുമില്ല. അതൃപ്തി ഉണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചങ്ങ് പോകില്ലേ? എനിക്ക് എന്തായാലും ആരെങ്കിലും ഇഷ്യൂട്ട് വേണം, വേണ്ടല്ലോ. ഈ മാറ്റം ഈ സമയം അത് ശരിയായോ? ആ മാറ്റിയ സമയം ശരിയാണ്? അത് പാർട്ടിക്കാർ വിലയിരുത്തട്ടെ. അത് സുധാകരനല്ല വിലയിരുത്തേണ്ടത്, പാർട്ടി അണികൾ വിലയിരുത്തട്ടെ. അനുഭാവം എനിക്കതിലൊരു പരാതിയുമില്ല. അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് എൻ്റെ സേവനം വേണ്ട എന്നവർ പറഞ്ഞാൽ അത് വേണം എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇത് പാർട്ടിക്ക് ഒരു ഗുണകരമായ മാറ്റം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അതിന്റെ പ്രതികരണങ്ങളൊക്കെ വരുന്നത് ഈ സമയം ശരിയായില്ല എന്ന് വളരെ വ്യക്തമായി എല്ലാവരും പറയുന്നുണ്ട്. അത് തന്നെയല്ലേ KSന്റെ അഭിപ്രായം? ഒരു ഫൈറ്റിലേക്ക് പാർട്ടി പോവുകയാണ്. ആ ഫൈറ്റിലേക്ക് പോകുന്ന സമയത്ത് KSനെ മാറ്റുന്നു. അത് തെറ്റായ ഒരു സന്ദേശം നൽകില്ലേ അണികൾക്ക്? തെറ്റല്ലെങ്കിലും ശരിയല്ല, തെറ്റല്ല, ശരിയല്ല. ഞാനിവിടെ ഒരു ഇലക്ഷൻ്റെ എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് നിൽക്കുന്നത് വോട്ടർ പട്ടികൻ്റെ വർക്ക് മുതൽ താഴെത്തട്ടിൽ ബൂത്ത് തലത്തിലുള്ള ഏറ്റവും ഒരു സംഘടന, ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും കഠിനമായ പ്രവർത്തനം ബൂത്ത് തല പ്രവർത്തനമാണ്. ആ ബൂത്ത് തല പ്രവർത്തനത്തിൻ്റെ മെക്കാനിസം എല്ലാം കംപ്ലീറ്റ് പെർഫെക്റ്റായി നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് സജീവമായി സക്രിയമായി പ്രവർത്തിക്കാനുള്ള മെക്കാനിസം താഴെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 28,000 ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുടുംബ സംഗമം കമ്മിറ്റിയുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇനിയൊരു പണിയില്ല ബാക്കി. അതൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ടുണ്ട്. അത് പാർട്ടിക്ക് വേണ്ടിയാണ്. അതിൻ്റെ നിരാശയൊന്നുമില്ല. അതെന്നെ അതിലിടയ്ക്ക് എന്നെ മാറ്റിയത് കൊണ്ടുള്ള നിരാശ എനിക്കില്ല. പാർട്ടിക്ക് തോന്നിയ സംസ്ഥാന നേതാക്കന്മാർക്കുമല്ല, അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് സുധാകരന്റെ സേവനം മാത്രം മതി എന്നവർക്ക് തോന്നിയാൽ അവിടെ വെച്ച് എനിക്ക് സമ്മതം. ഈ ദീപാദാസ് മുൻഷിക്ക് താങ്കളോട് എന്താണ് വൈരാഗ്യം? ദീപാദാസ് മുൻഷി ഞാനും തമ്മിൽ തർക്കമൊന്നുമില്ല. അവരാ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എനിക്ക് പരാതിയുണ്ട്. ആ റിപ്പോർട്ടിലാണ് പരാതി, വേറെ ഒന്നുമില്ല. സംസ്ഥാനത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണം താങ്കൾക്ക് ഒരു ആവശ്യമുണ്ടോ? അത് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളൂ, പത്രക്കാരോട് പറയണ്ട. അല്ല, അവര് നേതൃസ്ഥാനത്ത് നിൽക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പോകുന്നു. ആ പോകുമ്പോൾ അവരെ വെച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നടത്തുന്ന ഒരാൾ അതിനെ നയിക്കാൻ നിൽക്കുമ്പോൾ അത് ഗുണകരമാവും. അത് അങ്ങനെ വന്നാലല്ലേ പറയണ്ടോ? ഇപ്പൊ ആയില്ലല്ലോ. എന്നെ ഇലക്ഷന്റെ തന്നെ ചാർജ് എനിക്ക് തരുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ലല്ലോ. ഒരുപക്ഷെ ദീപാദാസ് മുൻഷി പറയുന്നത് പ്രകാരം എന്നെ നിർത്തുന്നില്ല, എനിക്ക് ചാർജ് തരുന്നില്ല. വേണ്ട, തരുന്നോ എടുക്കാം. KSനെ മാറ്റാൻ വേണ്ടി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വന്നാലേ പാർട്ടിക്ക് രക്ഷയുള്ളൂ എന്ന രീതിയിൽ ഒരു പൊതു ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചിത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയൊന്നും കോൺഗ്രസിന്റെ മനസ്സിൽ ആർക്കും അങ്ങനെയൊന്നുമില്ല. സണ്ണി വക്കീൽ അർഹതയുള്ളൊരു കോൺഗ്രസ് നേതാവാണ്. എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായി കണ്ണൂർ ജില്ലയിൽ വളർന്നു വന്നയാളാണ്. എൻ്റെ പിറകെ വന്ന DCC പ്രസിഡന്റാണ്. ആ ബന്ധങ്ങളൊക്കെ ഞാനും സണ്ണിയും ഉണ്ട്. അതുകൊണ്ട് സണ്ണി വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നാണ് എൻ്റെ അനുഭവം കൊണ്ടുള്ള എൻ്റെ വിശ്വാസം. ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിണറായിയെ പോലെ കരുത്തനായ ഒരു നേതാവാണ് CPM-ന്. ആര് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിണറായിയെ പോലെ കരുത്തനായ നേതാവാണ് CPM-ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സുധാകരൻ തന്നെ അതിനോട് മല്ലിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട സാഹചര്യമാണോ? അല്ല, നേതൃസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനമില്ലെങ്കിലും കോൺഗ്രസിന്റെ അകത്ത് ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ നിൽക്കുമ്പോൾ പിണറായി വിജയൻ എവിടെ നിന്നാലും ഞാൻ കോൺഗ്രസിന്റെ അകത്ത് അദ്ദേഹത്തെ എതിർക്കാനുണ്ടാവും. എനിക്ക് എതിർക്കാൻ സാധിക്കും. പിന്നെ പിണറായി വിജയൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വലിയ ഒലക്കിയും കുന്തമൊന്നുമല്ല. സ്വന്തം പാർട്ടിക്കകത്ത് സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഞാനൊക്കെ ഭൂരിപക്ഷം ഉണ്ടായി. ഇപ്പോൾ അറിയോ നിങ്ങൾക്കത്? കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ അകത്ത് എനിക്ക് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായി. ഭൂരിപക്ഷം ഒന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഗോവിന്ദൻ മാസ്റ്ററുടെ സെക്രട്ടറിയുടെ, വർഷങ്ങളായി പാർട്ടിയുടെ സെക്രട്ടറിയുടെ നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ എനിക്ക് ഭൂരിപക്ഷം 8,000 വോട്ട്. പിണറായി വിജയന്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായിയിലും എനിക്ക് ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം അണികൾ തന്നെ അദ്ദേഹത്തിന് എതിരായി തിരിയുന്ന ഒരു കാലഘട്ടമാണ് CPM. അതായത് മറ്റേ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത്, അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും KSന്റെ കീഴിൽ മികച്ച വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ ഒരു KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാനുള്ള അവകാശം നേതൃത്വം നൽകേണ്ടതായിരുന്നില്ലേ? അല്ല, നേതൃത്വം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും.
എനിക്കതിന് ഔദ്യോഗിക സ്ഥാനമൊന്നും വേണ്ട. എനിക്കെൻ്റെ പ്രവർത്തകരെ മതി. പറയുന്നിടത്ത് നിൽക്കുന്ന പ്രവർത്തകന്മാർ കണ്ണൂരിൽ എനിക്കുണ്ട്, കേരളത്തിലുണ്ട്. അവരത് പ്രവർത്തിച്ചാൽ മതി. എനിക്കൊരു പാർട്ടിയുടെ അംഗീകാരവും പാർട്ടിയുടെ പിന്നെ അഭിനന്ദനമൊന്നും എനിക്ക് വേണ്ട. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്, അത്യാവശ്യം നല്ല പോസ്റ്റല്ലേ പാർട്ടി സമയത്ത്? കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോസ്റ്റല്ലേ പാർട്ടി സമയത്തോളം? വലിയ പോസ്റ്റായിരിക്കും. അല്ല, മുൻ KPCC പ്രസിഡന്റുമാർക്കൊന്നും എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു പദവി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പദവി കിട്ടിയിട്ട് എന്താ കാര്യം? എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ഒരു പാർട്ടി ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടം വരെ? ആ സ്ഥാനം കേസ് ഏറ്റെടുക്കുമോ ശരിക്കും? അല്ല, ഏറ്റെടുക്കൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കും. ഞാൻ പാർട്ടിക്ക് വിധേയനാണ് എല്ലാവരും. പാർട്ടി പറഞ്ഞാൽ ആ സ്ഥാനം ഏറ്റെടുക്കും. അതിന് എന്താ പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു പോസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത്. അങ്ങനെയും ഞാൻ പറയുന്നില്ല. പാർട്ടി പറയുന്ന ഏത് പോസ്റ്റും ഞാൻ ഏറ്റെടുക്കും.